പോലീസ് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച് കുഞ്ഞികൃഷ്ണൻ. അടുത്തയാഴ്ച നടക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങിന് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് വി കുഞ്ഞികൃഷ്ണൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഫെബ്രുവരി 4-ന് നടക്കുന്ന പുസ്തക പ്രകാശനത്തിനാണ് വി കുഞ്ഞികൃഷ്ണൻ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടുള്ളത്. നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന പേരിലുള്ള പുസ്തകം പുറത്തിറങ്ങുന്നത് ഫെബ്രുവരി 4-നാണ്. ജോസഫ് സി മാത്യു ആണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. ബുധനാഴ്ച പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ MN വിജയന്റെ മകൻ ഡോക്ടർ VS അനിൽകുമാറിന് കോപ്പി നൽകിയാണ് ജോസഫ് സി മാത്യു പുസ്തക പ്രകാശനം നിർവഹിക്കുക. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുൾപ്പെടെ സാമ്പത്തിക ക്രമക്കേടുകളും അതിന്റെ വിശദമായ കണക്കുകളും പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. VS അച്യുതാനന്ദനാണ് പുസ്തകം സമർപ്പിക്കുന്നത്. പയ്യന്നൂര് കോൺഗ്രസ് പ്രകടനം നടത്തിയപ്പോൾ ആ പ്രകടനത്തെ ആക്രമിച്ചു. പിന്നീട് BJP പ്രകടനം നടത്തിയപ്പോൾ ആ പ്രകടനത്തെയും ആക്രമിച്ചു. പുസ്തക പ്രകാശന ചടങ്ങ് അലങ്കോലപ്പെടാതിരിക്കാനുള്ള ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടണം എന്ന രീതിയിൽ പലരും പറയുകയുണ്ടായി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് SP-ക്കൊരു അപേക്ഷ നൽകിയിരുന്നു. പയ്യന്നൂർ SHO-വിന് അതിൻ്റെ കോപ്പി നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. അത് ഈ പുസ്തക പ്രസാധന ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണ്. മറ്റൊരു കാര്യത്തിനും പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടില്ല. പുസ്തക പ്രസാധന ചടങ്ങ് അലങ്കോലമാകാതിരിക്കാനുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു പെറ്റീഷൻ മൂവ് ചെയ്തിട്ടുള്ളത്. അന്നേ ദിവസം അല്ലാതെ ഇപ്പോൾ അതിനുശേഷം ഇല്ല, 4-ാം തീയതി വൈകുന്നേരം 4:30 മണിക്കാണ്. 4:30 മണി പറഞ്ഞാൽ 5 മണിക്ക് തുടങ്ങുക എന്നുള്ളതാണ് ആ പുസ്തക പ്രകാശന ചടങ്ങ്. ആ പരിപാടിക്ക് മാത്രമാണ് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടത്. പോലീസിനോട് ആവശ്യപ്പെട്ടിട്ട് അതിനുശേഷം കോടതിയിൽ പോകാൻ എന്താ കാരണം? കോടതിയിൽ പോകാനുള്ള കാരണം കുറച്ചുകൂടി അതൊരു എഫക്റ്റീവ് ആവും എന്ന ഒരു തോന്നലിൻ്റെ ഭാഗമായിട്ടാണ്. ഹൈക്കോടതി പറയുന്നതും മറ്റതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് മാത്രമാണ്. ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം ഒരു ആക്രമിക്കപ്പെടുമോ എന്നൊരു ഭീതി ഉണ്ടോ? ഒരു ഭീതിയുമില്ല. ഇത് ചടങ്ങ് അലങ്കോലമാകരുത് എന്നതാണ്. മറ്റതൊരു ഭീതിയുമില്ല. കാരണം അത് ഏത് സമയത്തും സംഭവിക്കാമല്ലോ, ചെയ്യാൻ തീരുമാനിച്ചാൽ. അപ്പം അതിലൊന്നും ഒരു ഭീതിയുമില്ല. ഭീതി ഉണ്ടായ പിന്നെ നടക്കാനേ കഴിയില്ല. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. അല്ല, സൂചനകളൊന്നുമില്ല. ഈ 2 സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ. അതുകൊണ്ട്